2018 ഞങ്ങൾക്ക് കുഞ്ഞിന് ആലപ്പുഴയിലുള്ള ട്രിനിറ്റി എന്ന ചർച്ചിൽ വർഷിപ്പിലീഡറായി ശുശ്രൂഷ ലഭിച്ചു. ഞങ്ങളവിടെ കടന്നുപോയി. അതിനു ശേഷം ഒരു വർഷം കഴിഞ്ഞു അവിടുത്തെ പെർസനേജിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഒരു വർഷം കഴിഞ്ഞ് ഞാൻ അവിടെ വെച്ചൊന്ന് വീഴുവാനിടയായിത്തീരുന്നു. നട്ടലിന് പൊട്ടലുണ്ടായി. പിന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ മാതാവിന് പ്രിയപ്പെട്ടവരാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചുനാൾ അങ്ങനെ ഒട്ടും വയ്യാത്ത അവസ്ഥയിലായിരുന്നു. അതിനുശേഷം ബെൽറ്റും കിട്ടി. എനിക്ക് ജോലിയുണ്ട്, പോസ്റ്റ്മാനായിട്ട് ജോലി ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ ബെൽറ്റും കിട്ടുന്ന ഓരോ വീടുകൾ വഴി എടുത്തു കൊടുക്കാനൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ വേദന, ഭയങ്കര വേദന. എനിക്ക് അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ. എങ്കിൽ ഞാൻ പേടിച്ചാണ് ഓരോ സ്ഥലങ്ങളിലൂടെ പോകുന്നത്. പാമ്പാടി, കുറ്റിക്കൊന്ന് പാമ്പാടി വരെ പോലും എനിക്ക് പോകാൻ പറ്റാൻ എനിക്ക് ഭയമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരുടെ കുഞ്ഞിൻ്റെ കൂടെയുള്ള സഹോദരൻ്റെ കൂടെ വണ്ടിയിലല്ലാതെ ഞാൻ പോകത്തില്ലായിരുന്നു. അതുപോലെ എനിക്ക് വല്ലാത്തൊരു വേദനയും വല്ലാത്ത ഭയമായിരുന്നു. എപ്പോഴും ബെൽറ്റിൻ്റെ ഒരു സഹായത്തോടും തന്നെ ഞാൻ നടന്നിരുന്നത്. അതുപോലെ അല്ലെങ്കിൽ അസുഖം ഇടയ്ക്ക് ഒരു പ്രാവശ്യം കൂടി ഞാൻ വീണു. അപ്പോഴത്തേക്ക് ഭയങ്കര വേദനയോട് രാത്രി എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ആരോട് പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലത്തെ വേദന. എഴുന്നേറ്റിരുന്ന് ഞാൻ നേരെ വിളിപ്പിക്കണം. ചെറുപ്പം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കുന്ന ഒരു ജീവിതമായിരുന്നു എൻ്റെ. വീണിട്ട് എനിക്ക് ഈ വേദനയെല്ലാം എനിക്ക് വളരെ നിരാശയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം വളരെ നിരാശയായിരുന്നു. എൻ്റെ കുഞ്ഞ് ആ സമയത്താണ് ഒരു പാട്ടെഴുതിയ മുമ്പ് പാട്ടെഴുതിയ കാര്യമൊക്കെ എൻ്റെ കുഞ്ഞ് പറഞ്ഞത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ ഞാൻ ദേവദാസിയോട് പറഞ്ഞു, തീരെ വയ്യാത്ത അവസ്ഥയിലാണ്. ഈ ജോലിക്ക് പോയിട്ട് എനിക്ക് കൂടുതൽ സമയം ജോലി ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ നേരത്തെ പോകുമെന്ന് പറഞ്ഞ് തീരെ വയ്യാന്ന് പറഞ്ഞ് ഞാൻ പുറകെ വന്നിരുന്നു. അപ്പോൾ അത് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവദാസിനെ എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അതിനുശേഷം പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവിടെ മുട്ടുകൂട്ടി എന്നെ കൊണ്ടും എനിക്ക് വേണ്ടി ദേവദാസൻ പ്രാർത്ഥിച്ച സമയത്ത് ഒരിക്കലും ഞാൻ ഓർത്തിരുന്നതല്ല ഒരു പൊട്ടൽ വന്നത്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിരാശയായിരുന്നു. ഒരു പൊട്ടൽ വന്നത് ഓപ്പറേഷൻ ചെയ്യാതെ ശരിയാക്കാൻ പറ്റുന്ന ഞാൻ വിശ്വസിച്ചിരുന്നതേ അല്ല. എന്നാൽ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൈകളിൽ കൂടെ കാലുകളിൽ കൂടെ എന്തോ ഇങ്ങനെ അഴിഞ്ഞു മാറ്റാൻ ദേവദാസം പറഞ്ഞപ്പോൾ കൈകളിൽ കൂടെ കാലുകളിൽ കൂടെ എന്തോ ഇങ്ങനെ ചുറ്റി വന്നിങ്ങനെ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് വിട്ടുപോയിട്ട് ഈ കൊടുത്ത ബെൽറ്റിൻ്റെ സ്ഥാനത്ത് എന്തോ എന്തോ എല്ലിവിടെ വന്ന് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ ആ ബെൽറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് തന്നെ ഒന്നും പോവല്ലാത്ത ഞാനിപ്പോൾ തന്നെയാണ്. ഇന്നലെയൊക്കെയാണ് അതിന് രാത്രിയായി ഞാൻ തന്നെ കണ്ടു. എനിക്ക് ഒരു ഭയവും തോന്നിയില്ല. എൻ്റെ പഴയ ശരീരം എനിക്ക് തിരിച്ചു കിട്ടിയില്ല. ദേവദാസനോടും ദൈവസഭയോടും നന്ദി.